നമസ്കാരം. വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അതായത് അമിത്ഷായുടെയൊക്കെ ഔദ്യോഗിക വസതിയിൽ കൺട്രോൾ റൂമുകൾ തുറന്നിട്ടാണ് ഇതെല്ലാം തന്നെ ഏകോപന ചുമതല കേന്ദ്രം നേരിട്ട് നടത്തിയത്. കൂടാതെ രാജ്യത്തെ സകല സൈനിക ക്യാമ്പുകളിലും ആ നിർദ്ദേശമുണ്ടായിരുന്നു, തയ്യാറഹന തയ്യാറായി ഇരിക്കുക. കൂടാതെ ഏകോപന ചുമതലയടക്കം രണ്ട് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനെയും നരേന്ദ്രമോദി പ്രത്യേകമായി തന്നെ വയനാട്ടിലേക്ക് അയക്കുകയും ചെയ്തിരുന്നു ഏകോപന ചുമതല ചെയ്യുന്നതിന് വേണ്ടി. ഇതെല്ലാം കേന്ദ്രം ചെയ്തെങ്കിൽ വയനാട്ടിലേക്ക് കേന്ദ്രം സമഗ്രമായ ഒരു പാക്കേജ് നൽകുക തന്നെ ചെയ്യും. ആദ്യ ഗഡുവായി 1400 കോടി രൂപ മുഖ്യമന്ത്രിക്ക് നൽകിയതാണ്. ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രത്യേക പ്രൊവിഷൻ ഇല്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ 2013 ലോക്സഭയിൽ അറിയിച്ചതാണ്. അന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് തന്നെയാണ് ഇപ്പോഴും BJP സർക്കാർ തുറന്നുകൊണ്ടേയിരിക്കുന്നത്. അതിനൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് UDF-നും അറിയാം, ഇടതുപക്ഷത്തിനും അറിയാം. വയനാട് പ്രത്യേക പാക്കേജ് അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുവേണ്ടി പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നും അദ്ദേഹം ആരോപിച്ചിട്ടുണ്ട്. കേരളത്തിന് 290 കോടി കിട്ടിയ കാര്യം കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചതാണ്. അതുപോലെ സമാനമായ സഹായങ്ങളാണ് മറ്റ് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രം കൊടുത്തത്. ബീഹാറിലും ആന്ധ്രയിലും പ്രത്യേക പാക്കേജ് അനുവദിച്ചത് അവർ പ്രത്യേക പദ്ധതി സമർപ്പിച്ചത് കൊണ്ടാണ്. ഊഹക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിന് പണം നൽകാൻ സാധിക്കില്ല എന്നും മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കാനുള്ള ശ്രമങ്ങൾ ചിലർ നടത്തുന്നുണ്ട്. തങ്ങളെ ആ കൂട്ടത്തിൽ കൂട്ടരുതെന്നും കേരളം കേന്ദ്രത്തിന്റെ ഭാഗമാണെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഊഹാക്കണക്കുകൾ ഉണ്ടാക്കി കേന്ദ്രത്തിന് കൊടുത്ത് പണം തട്ടാമെന്ന പിണറായി വിജയന്റെ നീക്കമാണ് കേന്ദ്ര സർക്കാർ തടയിട്ടത്. വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. നിലവിലെ മാനദണ്ഡങ്ങൾ ഇത് അനുവദിക്കുന്നില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായാണ് വ്യക്തമാക്കിയത്. ഡൽഹിയിൽ കേരളത്തിന്റെ സ്പെഷ്യൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് KV തോമസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകുകയുണ്ടായിരുന്നു. ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. SDRF അതായത് സ്റ്റേറ്റ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് ചട്ടപ്രകാരം നോട്ടിഫൈ ചെയ്ത 12 ദുരന്തങ്ങളിൽ ഒന്നാണ് മിന്നൽ പ്രളയമെന്നും സംസ്ഥാന സർക്കാരാണ് എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകേണ്ടതെന്നും കേന്ദ്രമന്ത്രിയുടെ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ SDRF-ഉം NDRF-ഉം ചട്ടങ്ങളിൽ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡങ്ങളില്ല. സംസ്ഥാനത്തിന് SDRF പ്രവർത്തനങ്ങൾക്കായി 388 കോടി രൂപ നടപ്പ് സാമ്പത്തിക വർഷം അതായത് 2024-25 ഈ വർഷത്തിൽ തന്നെ കേന്ദ്രം സംസ്ഥാനത്തിന്റെ ഖജനാവിലേക്ക് നൽകിയതാണ്. ഇതിൽ 291 കോടി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്നുള്ളതാണ്. ഇതിൽ ആദ്യ ഘട്ടമായ 145 കോടി രൂപ ഓഗസ്റ്റ് 31 സംസ്ഥാന സർക്കാർ നൽകി. 2024 ഏപ്രിൽ കണക്കുകൾ പ്രകാരം സംസ്ഥാന സർക്കാരിന്റെ SDRF ഫണ്ടിൽ 394 കോടി രൂപ ബാക്കിയുണ്ട്. ദുരന്തം നേരിടാൻ ആവശ്യമായ തുക ഇപ്പോൾ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പക്കലുണ്ടെന്ന് നിത്യാനന്ദ റായ് കത്തിൽ ചൂണ്ടിക്കാട്ടി. എന്നിട്ടും പണമില്ല എന്ന് കേന്ദ്രം പറയുന്നു. ഉള്ള പണം വിനിയോഗിക്കുക. കൂടാതെ 5 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് കോടിക്കണക്കിന് രൂപ, UP അടക്കം കോടിക്കണക്കിന് രൂപ സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിലേക്ക് നൽകിയത്. എന്താണ് ദേശീയ ദുരന്തം എന്ന് നോക്കാം. ഒരു ദേശീയ ദുരന്തത്തെ നിർവചിക്കാനുള്ള നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ നേരത്തെ പുനഃപരിശോധിച്ചിരുന്നു. എന്നാൽ പ്രകൃതി ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രത്യേകമായ എക്സിക്യൂട്ടീവ് സംവിധാനങ്ങളോ നിയമപരമായ വ്യവസ്ഥകളോ ഇല്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ദുരന്തത്തെ ദേശീയ ദുരന്തമായി നിർവചിക്കാൻ നിശ്ചിത മാനദണ്ഡവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട 10ാം ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്രം വീണ്ടും പരിശോധിക്കുകയുണ്ടായി. ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ദേശീയ ദുരന്തം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ഈ നിർദ്ദേശങ്ങൾ വീണ്ടും പുനഃപരിശോധിച്ചു. സംസ്ഥാനത്തെ ജനസംഖ്യയുടെ 1/3 ആളുകളെ ബാധിക്കുകയാണെങ്കിൽ ദുരന്തത്തെ അപൂർവമായ തീവ്രതയുള്ള ദേശീയ ദുരന്തം എന്ന് വിളിക്കാമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ അപൂർവ തീവ്രതയുടെ ദുരന്തം എന്താണെന്ന് പ്രത്യേകമായി ഒരു നിർവചിച്ചിട്ടുമില്ല. അപൂർവമായ തീവ്രതയുള്ള ദുരന്തം എന്നത് അടിസ്ഥാനത്തിന്റെ അതായത് ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കേണ്ടതാണെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ദുരന്തത്തിന്റെ തീവ്രതയും വ്യാപ്തിയും പ്രശ്നം കൈകാര്യം ചെയ്യാനുള്ള സംസ്ഥാനത്തിന്റെ ശേഷി, ആശ്വാസ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള വിഭവശേഷി എന്നിവയാണ് പ്രധാനമായ അടിസ്ഥാനം. 2013 ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കവും 2014 ആന്ധ്രാപ്രദേശിലെ ഹുദ്ഹുദ് ചുഴലിക്കാറ്റും തീവ്രമായ ദുരന്തങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. കൃത്യമായ റിപ്പോർട്ടുകൾ, വ്യക്തമായ കണക്കുകൾ സഹിതം
കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചിരുന്നെങ്കിൽ എന്നേ കേന്ദ്രം സമഗ്രമായ പാക്കേജ് വയനാടിന് നൽകുമായിരുന്നു. പിന്നെ കേന്ദ്രത്തിന് ഒരു പേടിയും കൂടെയുണ്ട്. സംസ്ഥാനം ഇപ്പോൾ കടത്തിന് മേൽ കടവുമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വയനാടിന് വേണ്ടി കേന്ദ്രം ഈ പണം അനുവദിച്ചാൽ അത് സംസ്ഥാന സർക്കാർ, അതായത് പിണറായി സർക്കാർ വയനാട് ജനതയുടെ കയ്യിൽ തന്നെ കൊടുക്കുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ വകമാറ്റി സ്വകാര്യ ആവശ്യങ്ങൾക്കാണ് പിണറായി സർക്കാരും പിണറായിയുടെ മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും കൂടെ പണം ഉപയോഗിക്കുന്നത് എന്നതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് കേന്ദ്രവും ഒരു വ്യക്തമായ കണക്കിന് വേണ്ടി നിൽക്കുന്നത്. കേരള സർക്കാർ ഒരു കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ പണം അനുവദിക്കില്ല. കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു എൻക്വയറി ഉണ്ടാകും, ഇത് കറക്റ്റ് ആണോ എന്നതിന് ശേഷമേ പണം അനുവദിക്കുകയുള്ളൂ.